വന്യമൃഗ ഭീതിയിൽ വിറയ്ക്കുകയാണ് വയനാട്. 2023 ഡിസംബർ 9 വാഗേരി കൂടല്ലൂർ സ്വദേശി പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയപ്പോൾ അത് അവസാനത്തേതാകും എന്നാണ് ജനങ്ങൾ കരുതിയത്. കടുവയും കാട്ടാനയും ഇറങ്ങി നാട് വിറപ്പിക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതക്രമം പാടെ മാറിമറിയുന്നു. വയനാട്ടിൽ നിന്നുള്ള വിശദമായ റിപ്പോർട്ടുകളിലെ ഈ അക്രമിയായ കടുവേനെ ഇവിടുന്ന് കൊന്നിട്ടല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. 1.25 വർഷം മുൻപ് ഇതാ ഈ പ്രദേശത്തേക്ക് പുല്ലരിയാൻ ഒരു ഉച്ചയോടെ എത്തിയതായിരുന്നു ക്ഷീരകർഷകനായ പ്രജീഷ്. ഇവിടെ വെച്ച് കടുവ പിടികൂടി. അവിടെ നിന്ന് ഏകദേശം ഇതാ അതുവരെ കടുവ വലിച്ചിഴച്ച് കൊണ്ടുപോയി. പ്രജീഷിന്റെ ആ വേർപാട്, കടുവയോടുള്ള ഭീതി ഈ കൂടല്ലൂർ എന്ന പ്രദേശത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ബാധിച്ചത് എങ്ങനെയാണ്? അതുവരെ കടുവ നാട്ടിലിറങ്ങിയിട്ടുണ്ടെന്ന് കണ്ടവർ പറഞ്ഞ് അതേറ്റുപറഞ്ഞ് മാത്രം അറിയുന്ന നാടായിരുന്നു വാഗേരി കൂടല്ലൂർ. എല്ലാം തെറ്റി. പാലളക്കാൻ 4 മണിയായിട്ടും സൊസൈറ്റിയിലേക്ക് പ്രജീഷിനെ കാണാതായതോടെയാണ് തിരഞ്ഞത്. കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. കൊന്നു തിന്നുകയായിരുന്നു കടുവ. ഇന്നുള്ളതുപോലെ അന്നും വലിയ ജനരോഷം. നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാതെ മൃതദേഹത്തിൽ തൊടാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഏറെ നേരത്തെ ചർച്ചയ്ക്കൊടുവിലാണ് അന്ന് ഒരുപാട് വാഗ്ദാനങ്ങളും ഒപ്പം കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലും എന്ന ഉറപ്പും നൽകിയത്. 10 ദിവസങ്ങൾക്ക് ശേഷം മാത്രം കടുവ കൂട്ടിലായി. ഇന്നും തോരാത്ത വേദനയിൽ കുടുംബം. എന്തെന്നായാലും ആ മുറിവ് ഒരിക്കലും ഉണങ്ങാൻ കഴിയില്ല. എപ്പോഴും ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും നമ്മളെ വീട്ടിൽ. ഇതിങ്ങനെ ഓരോന്ന് സംഭവിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു മുറിവ് പിന്നെ മനസ്സിലേക്ക് വീണ്ടും വരും. അതായത് ഇപ്പോൾ ഒരു അപകടം സംഭവിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ഓർമ്മ വരും. നമുക്ക് പിന്നെ ഒരു വിഷമമല്ല ഇത്. അതെന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ വീണ്ടും ഇനിയും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന സംഭവം വീണ്ടും ആവർത്തിക്കുകയാണ്. പടിപടിയായല്ല, ഒരൊറ്റ നിമിഷം കൊണ്ട് അതുവരെയുണ്ടായിരുന്ന സമാധാനപൂർണമായ ജീവിതം കൂടല്ലൂരിക്കാർക്ക് നഷ്ടമായി. ഒറ്റയ്ക്ക് ഒരാളും നാട്ടിൽ അങ്ങനെ സഞ്ചരിക്കുന്നില്ല. എങ്ങും തളം കെട്ടിക്കിടക്കുന്ന പേടി. സാധാരണ ഇപ്പോൾ ഒന്നിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം ആദ്യമൊക്കെ തന്നെയായിട്ടും എല്ലാവരും വരുന്നത്. ഈ ഒരു ഭയം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കടുവ പറമ്പിൽ നിന്ന് പോയതിന് ശേഷം ഇപ്പോൾ പിന്നെ ഉണ്ടായത് പോയിട്ടില്ല. കടുവ എല്ലാ മൃഗങ്ങളും മൊത്തം ശല്യമായത് പ്രദേശത്ത്. ദേശീയ നേതാക്കളടക്കം വന്നിട്ട് ഇവിടെ പല വാഗ്ദാനങ്ങളും തന്നിട്ട് പോയതാണ്. ഒരു മൊട്ടുസൂചിൻ്റെ വാഗ്ദാനം പോലും പാലിച്ചിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞു. അന്ന് ഈ പ്രജീഷിനെ കടുവ പിടിച്ചതിന് ശേഷം ആളുകൾക്ക് വൈകുന്നേരം ആകുമ്പോൾ പുറത്തിറങ്ങാനൊക്കെ പേടിയാണ്. എന്താ ഏത് സമയം കടുവയാണോ എന്നുള്ളൊരു ഇതാണ്. എന്നാൽ ഒരുമിച്ച് ആളുകൾ ഇപ്പോൾ സന്ധ്യയായി കഴിഞ്ഞാൽ ഒരുമിച്ച് ടൗണിൽ വരുന്നു. ഇപ്പോൾ നമ്മൾ ആ ടൗൺ മേലെ കണ്ടു. അവിടെയൊക്കെ പണ്ട് 9 മണിയോളം വരെ ആളുകൾ വന്നിരുന്ന് ക്യാരംസ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ 7 മണി കഴിഞ്ഞാൽ അവിടെ ഒരാൾ പോലും ഇല്ല. എല്ലാവരും വീടുകളിലേക്ക് പോകുന്നു. കുട്ടികളാണെങ്കിൽ തന്നെ പുറത്തിറങ്ങി പോകുന്നില്ലാത്ത സ്ഥിതി. പണ്ടൊക്കെ പിള്ളേരൊക്കെ ഇവിടെ ദൂര സ്ഥലങ്ങളിലൊക്കെ കളിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു സിറ്റുവേഷൻ. അന്ന് പ്രതിഷേധം തണുപ്പിക്കാൻ പറഞ്ഞ വാഗ്ദാനങ്ങളായിരുന്നു അതിർത്തി മതിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ശരിയാക്കുമെന്നതും. അതെല്ലാം പിന്നീട് വനംവകുപ്പ് മറന്നു. ഞങ്ങളുടെ ആവശ്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ 3 കിലോമീറ്റർ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ബന്ധവസാക്കാനുണ്ട്. അവിടം വരെ മതിലുണ്ട്. അവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ റെയിൽ ഫെൻസിംഗ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ കൂടല്ലൂർ എന്ന് പറയുന്ന ഇവിടെ ഒരു 3 കിലോമീറ്റർ മാത്രമേ മുട്ടിക്കാനുള്ളൂ. ഇതിനു വേണ്ടി ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. പെട്ടെന്ന് അവസാനിക്കുന്ന പ്രശ്നമല്ല ഇതെന്ന് അനുഭവം കൊണ്ട് പറയുന്നു ഒരു ജനത. തേയിലയ്ക്കിടയിൽ കാപ്പിത്തോട്ടത്തിൽ പുല്ലു വളർന്നു കിടക്കുന്നതിനിടയിൽ പോലും ജീവൻ കവരാൻ ഒരു വന്യമൃഗം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന ചിന്ത എപ്പോഴും പിന്തുടരുകയാണ്. സമയം തെറ്റിയിട്ടുണ്ടെങ്കിൽ എത്താത്തോ എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പേടിയാണ്. എന്താണ് വരാത്തത്? ആനേൻ്റെ മുമ്പിൽ പെട്ടോ കടുവേൻ്റെ മുമ്പിൽ പെട്ടോ എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. വയനാട്ടിൽ നിന്ന് അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24. വയനാടിന് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇവരുടെ ഭീതിയുടെ ആഴം മനസ്സിലാകില്ല. കാരണം ഇലയൊന്ന് അനങ്ങിയാൽ പോലും കടുവ കയറി വരികയാണോ എന്ന് ഭയന്നു പോകുന്ന ഒരു ജനതയുടെ ജീവിതക്രമം എന്തെന്ന് നമുക്ക് മനസ്സിലാകാൻ നമുക്കത്ര അത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. എന്തായാലും ജനതയുടെ ഈ പഞ്ചാരക്കൊല്ലിയിലൊക്കെ താമസിക്കുന്ന ആളുകൾ ജീവൻ കയ്യിലെടുത്ത് പിടിച്ചാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്.